അടുത്തതായിട്ടൊരു കരുമാടിക്കുട്ടം വരികയാണ്. നന്ദനക്കുട്ടി കരിമാടിക്കുട്ടനല്ല, പിരി പോയ കുട്ടനത്. നന്ദനക്കുട്ടി വേറൊരു വന്യൻ. നന്ദനക്കുട്ടി ഡാൻസ് കളിച്ചപ്പോ ഛർദിക്കാൻ വന്നത്. നന്ദനക്കുട്ടിക്ക് എന്ത് പറഞ്ഞാലും വാങ്ങിക്കൊണ്ട് വരുമോ? നന്ദനക്കുട്ടിക്ക് കുട്ടൻ എന്തായാലും മേടിച്ചു തരും. എന്നാ ഒരു പൊറോട്ടയും ബീഫ് ഫ്രൈയും മേടിച്ചോണ്ടോ? അങ്ങനെ ഇപ്പൊ തിന്നണ്ട, ഞാൻ തിന്നിട്ട് നന്ദനക്കുട്ടി തിന്നാ മതി. ഞാൻ ജംഗ്ഷനിൽ നിന്നപ്പോ നന്ദനക്കുട്ടിയെ പെണ്ണ് കടയാളൊന്ന് അത് കുട്ടൻ കണ്ടോ? കുട്ടൻ കണ്ടു. കുട്ടനാണ് വീട്ടിലോട്ട് വണ്ടി പറഞ്ഞു വിട്ടത്. പക്ഷേ കുട്ടനെ അവര് കേട്ടില്ല. കുട്ടനെ കാര്യം കേട്ടില്ല. ചോറ് തരാം. നന്ദനക്കുട്ടി കുട്ടന് ചോറ് തരുമോ? കുട്ടൻ ആ താമര കുളത്തിൽ പോയി 2 താമര പറിച്ചിട്ട് വരും. അപ്പോഴേക്കും നന്ദനക്കുട്ടിക്ക് ഞാൻ എന്ത് വേണേലും പറിച്ചു തരും. പക്ഷെ ചോറ് വേണം. ചോറ് തരാം. ചോറ് വേണം. താമര ബാഹുബലി ചോറാണല്ലോ ചോദിച്ചത്. അവനെ സൂക്ഷിക്കട്ടെ. നന്ദനക്കുളി കുളിച്ചോണ്ട് നിന്നപ്പോ ഇവൻ അവിടെ കിടന്ന് കറങ്ങുന്ന ഞാൻ കണ്ടു. അയ്യോ, എന്നാ കുട്ടൻ പോയി ഒരു ഇടി എടുത്തിട്ട് വന്നേ. എടാ പട്ടി. മതിയാ? മതി. പോകാം. ഉദ്ഘാടനം. സത്യം പറഞ്ഞ ഇതിലെ ഏത് ടീമാണ് ഏറ്റവും മികച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ കൺഫ്യൂസ്ഡാ. ചേച്ചിയിലേക്ക് വരികയാണ്. ഞാനും കൺഫ്യൂസ്ഡ് ആണ്. കാരണം 2 പേരും 2 ഗ്രൂപ്പ് നന്നായിട്ട് ചെയ്തു. പിന്നെ ഈ ബാഹുബലിയെ അവസാനം ചോറ് ചോദിച്ചപ്പോ അവിടെ സലിംകുമാർ വന്നു കയറി പോകുന്ന സമയത്ത്. പക്ഷെ എങ്കിലും നന്നായിട്ട് ചെയ്തു കേട്ടോ. ആ ഗെറ്റപ്പും അത് ഇതൊക്കെ വെച്ചിട്ടൊക്കെ എല്ലാരും. കരുമാടിക്കുട്ടനൊക്കെ രസമായിരുന്നു. 2 ഗ്രൂപ്പും നന്നായിട്ട് ചെയ്തു. മറ്റേ ബാഹുബലിയും കരിമാടിക്കുട്ടനേ പൊക്കിൾക്കുട്ടനായി മാറിയില്ല. അല്ല, അതില് വേറൊരു കാര്യമുണ്ട്. കരിമാടിക്കുട്ടൻ വന്നപ്പോഴേ പറയാത്ത ചില വിഷ്വൽ കോമഡി ഉണ്ടായിരുന്നു. അതൊന്ന് കാണേണ്ടിയിരിക്കുന്നു. 2 ടീമും നന്നായിട്ട് ചെയ്തു. പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഏത് ബെസ്റ്റ്? 2ഉം ഈക്വലി ബെസ്റ്റ് ആണ്. ഗുഡ് ജോബ് ഗൈസ്, ഗുഡ് ജോബ്.